നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരി നഗരസഭയിലെ മാരാത്തുകുന്ന് അകമലയിൽ ഉരുൾപൊട്ടൽ ആശങ്കയൊഴിയുന്നു. 81 കുടുംബങ്ങളിൽ 80 കുടുംബങ്ങൾക്കും സ്വന്തം ഭവനങ്ങളിൽ തിരിച്ചെത്താൻ വഴിയൊരുങ്ങി. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ വിദഗ്ധ സംഘം 3ാം തവണയും അകമലയിലെത്തി പരിശോധന നടത്തി. കുടുംബങ്ങൾക്ക് തിരിച്ചെത്താൻ പച്ചക്കൊടി. ഒരു കുടുംബത്തിനെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനം. ജനങ്ങളുടെ ഭയാശങ്ക പരിഹരിക്കാൻ വ്യാഴാഴ്ച നഗരസഭയിൽ അകമല നിവാസികളുടെ യോഗം. കളക്ടർ അർജുൻ പാണ്ഡിന്റെ ചേംബറിൽ ഉന്നതതല യോഗം നടന്നു. വിദ്യാർത്ഥികൾക്ക് ജാഗ്രതയുമായി വാർത്ത. ഇനി നന്നായി പഠിച്ചില്ലെങ്കിൽ 8ലും 9ലും തോറ്റു തൊപ്പിയിടും. സ്കൂളുകളിലെ ഓൾ പ്രൊമോഷൻ സമ്പ്രദായത്തിൽ മാറ്റം. SSLC പാസ്സാകണമെങ്കിലും നടത്തണം വലിയ അധ്വാനം. ഓരോ വിഷയത്തിലും 30% മാർക്കില്ലെങ്കിൽ വിജയിക്കാനാകില്ല. വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ കോൺക്ലേവിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തലപ്പള്ളി താലൂക്ക് ആസ്ഥാനമായ വടക്കാഞ്ചേരിയുടെ വികസന മുന്നേറ്റത്തിലേക്ക് വടക്കാഞ്ചേരി ബൈപ്പാസും വന്നുചേരുന്നു. കിഫ്ബിയിൽ നിന്ന് 20 കോടി രൂപ അനുവദിച്ച പദ്ധതിക്ക് ഗതിവേഗം കൊണ്ടുവരുമെന്ന സേവ്യർ ചിറ്റിലപ്പള്ളി MLA. ബൈപ്പാസിന്റെ റെയിൽവേ ഓവർബ്രിഡ്ജ് ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിംഗ് കേരയിൽ തയ്യാറാക്കുമെന്ന് MLA. തുടർച്ചയായ മഴയിൽ തകർന്നു തരിപ്പണമായ ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വീണ്ടും സൂത്രം കൊണ്ട് ഒട്ടയടയ്ക്കൽ. പാർലിക്കാട് വ്യാസ കോളേജ് സ്റ്റോപ്പ് മുതൽ അത്താണി പൂമല റോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ ഇടിക്കട്ട പ്രയോഗം. പ്രീ മൺസൂൺ ഫണ്ട് ദൂർത്തടിക്കുകയാണെന്ന് ജനങ്ങൾ. പൂർണ്ണ നവീകരണത്തിന് 3.5 കോടിയുടെ പദ്ധതി സമർപ്പിച്ചെങ്കിലും ചില്ലിക്കാശ് ലഭിച്ചില്ലെന്ന് അധികൃതർ. ദുരന്തം ഒഴിവാക്കാൻ ഇതല്ലാതെ മറ്റു വഴിയില്ലെന്നും വിശദീകരണം. ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ വയനാടിനെ പുനർനിർമ്മിക്കാൻ നാടൊന്നിക്കുന്നു. കരുത്തായി 8 മാസ പ്രായക്കാരന്റെ കുഞ്ഞുവളകൾ. മുണ്ടത്തിക്കോട് സ്വദേശി പുതുകുളങ്ങര സിവിൻ ശില്പ ദമ്പതികളാണ് മകൻ ശ്രുത്തിക്കിന്റെ വളകൾ നൽകിയത്. കുണ്ടുകാട് നിർമ്മല സ്കൂൾ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ലഭിച്ച അവാർഡ് തുക കളക്ടർ അർജുൻ പാണ്ഡിന് കൈമാറി. വയനാട് ദുരന്തഭൂമിയിലേക്ക് മാനസികാരോഗ്യ സേവനത്തിന് മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാർ. വിദഗ്ധ സംഘത്തിന് സ്നേഹനിർഭര യാത്രയയപ്പ. പ്രിൻസിപ്പൽ N അശോകൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് ശനിയാഴ്ച സന്ദർശിച്ചേക്കും. മലയോര മേഖലയായ പത്താഴക്കുണ്ട് പറമ്പായി പ്രദേശങ്ങളിലേക്കുള്ള കൊടിയ യാത്രാ ദുരിതത്തിനൊടുവിൽ പരിഹാരമാകുന്നു. സംസ്ഥാന പാതയിൽ അത്താണി മുതൽ പറമ്പായി പത്താഴക്കുണ്ട് വരെ റോഡ് പൂർണ്ണമായി നവീകരിക്കും. ചിലവഴിക്കുക 1.5 കോടി രൂപ. ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപ അനുവദിച്ചു. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ നൽകുക 25 ലക്ഷം രൂപ വീതം. മഴയൊഴിഞ്ഞാൽ നിർമ്മാണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ. സംസ്ഥാനത്തെ പിടിമുറുക്കി പകർച്ചവ്യാധികൾ. ഡെങ്കി, എലിപ്പനി അടക്കം വിവിധ പനികൾ ബാധിച്ച് ജൂലൈയിൽ മാത്രം മരണമടഞ്ഞത് 74 പേർ. 27 മരണവും എലിപ്പനി ബാധ മൂലം. അതീവ ജാഗ്രത പ്രഖ്യാപിച്ച ആരോഗ്യവകുപ്പ്. വീട് ബാറാക്കിയ ഓട്ടോ ഡ്രൈവർ വലയിൽ. ഒളരി പുതൂർക്കരയിലാണ് സംഭവം. 50 ലിറ്റർ മദ്യവുമായി പിടിയിലായത് വടക്കുംപറമ്പിൽ ഷിബു. ആവശ്യക്കാർക്ക് മദ്യം എത്തിച്ചു നൽകിയിരുന്നതായി അധികൃതർ. ഓണവിപണിയിലേക്ക് സൂക്ഷിച്ചു വെച്ചിരുന്നത് വൻമദ്യശേഖരം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ സൈഡ് കൊടുക്കാതെ മത്സരിച്ചോടി സ്വകാര്യ ബസും മിനി ലോറിയും. വടക്കാഞ്ചേരി മേൽപ്പാലം അപ്രോച്ച് റോഡിൽ പരസ്പരം കൂട്ടിയിടി. ബസ്സിലിടിച്ച ലോറി പാറക്കെട്ടിലേക്ക് ഓടിക്കയറി തകർന്നു. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്കാം. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്നു വന്നിരുന്ന ലോക മുലയൂട്ടൽ വാരാചരണത്തിന് സമാപനം. അവണൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ തോംസൺ തലക്കോടൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാതല പരിപാടിക്കും സമാപനം. കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി.